കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി ഒളിവിൽ. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോവുകയായിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾക്കെതിരെ പരാതി ഉയർന്നത്. വനിതാ ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ളത് രേഖാമൂലമുള്ള പരാതി ഈ അക്കാദമി അധികൃതർക്ക് അടക്കം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്താണ്, അദ്ദേഹം ഒളിവിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക അതിക്രമ കേസിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പ്രേമൻ ഒളിവിൽ പോയിരിക്കുന്നത്. അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് ആണ് ഇദ്ദേഹം. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ 18, 22 തീയതികളിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് വനിതാ ഉദ്യോഗസ്ഥ പരാതി നൽകിയിട്ടുള്ളത്. ഈ സംഭവം പുറത്തറിഞ്ഞ ഉടനെ തന്നെ അക്കാദമി ഡയറക്ടറായ ADGP പി വിജയൻ പരാതിക്കാരിയോട് നേരിട്ട് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുകയും ഉടൻ തന്നെ അവരുടെ പരാതി എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു ആഭ്യന്തര സമിതിയെ ഈ വിഷയം അന്വേഷിക്കാനായി നിയോഗിച്ചിരുന്നു. വനിതകൾ ഉൾപ്പെടുന്ന ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയായിരുന്നു. ഈ സമിതി നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ട്, ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇന്നലെ പ്രേമനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഡയറക്ടർ. അതിനുശേഷമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വിയ്യൂർ പോലീസിന് കൈമാറിയത്. നേരത്തെ തന്നെ വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതി വിയ്യൂർ പോലീസിന് ആദ്യമേ കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ട് കൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസ് കേസെടുക്കുകയും അതിനുശേഷമാണ് പ്രേമൻ ഒളിവിൽ പോയിരിക്കുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷമാണ് ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നതെന്നാണ് വിവരം. എന്തായാലും മുൻകൂർ ജാമ്യത്തിനായി ഇയാൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ശരി, തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്. കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയുടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി ഒളിവിൽ. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയത്.